മഞ്ഞ് മൂടിയ മലനിരകളിലൂടെ മനസ്സൈസായി പോയ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ കഥ. ഒന്ന് ഉരിയാടാൻ പോലും ആരുമില്ലാതെ, ഒരു തുടയില്ലാതെ ജീവിതമാകുന്ന ഏകാന്തതയുടെ തടവളയിൽ കിടന്നുഴലുകയാണ് ആ കുഞ്ഞു മനസ്സ്. അതാണ് എൻ്റെ കഥ. എന്നിട്ടെന്താ, ഫുൾ ഏകാന്തത. അയ്യേ, അത് നല്ല ബോറായിരിക്കും. ബോറാണ്. എല്ലാ പ്രേമും ബോറിംഗ് ആയിരിക്കണം. അതാണ് ഞാൻ അവിടെ അനുഭവിച്ചത്. ഇതിൽ ട്വിസ്റ്റ് എന്തെങ്കിലും? ജീവിതത്തിൽ ട്വിസ്റ്റ് വേണം. ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് പോലും ഇല്ലാത്തവനാണ് നമ്മുടെ കഥാനായകൻ. എവിടെ പോയി മേളിൽ സാർ 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 താൻ അവിടെ പോയി കിടക്കായിരുന്നുള്ളൂ. തന്നെ ഞാൻ ഇവിടെ എവിടെയൊക്കെ അന്വേഷിച്ചു. ഫുൾ ടൈം സർവീസ് എന്ന് പറഞ്ഞിട്ട് തനിക്കിപ്പോൾ ടൈമേ ഇല്ലല്ലോ. അല്ല സാർ, താഴെ 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 എന്ത്? DJ എപ്പോൾ വരും? സാർ DJ വരില്ല. വരില്ലേ? അതെന്താടാ സാർ? DJക്ക് ജലദോഷ. ജലദോഷം? അതിന് പാട്ടൊന്നും പാടണല്ലോ, ചുമ്മാ പിടിച്ചങ്ങ് തിരിച്ചാ പോരെ. കുറച്ച് മിക്സ് വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. സത്യം പറഞ്ഞാൽ ഫൈസൽ സാർ പറഞ്ഞായിരുന്നു DJ വേണ്ടാന്ന്. അവനാരും ഇതൊക്കെ പറയാം. I paid you in Canadian dollars, in cash. No, online. സാർ, അപ്പുറത്തൊരു മരണം നടന്നിരിക്കുക. I don't care. I want DJ now. അത് വേണടാ. നമുക്കിവിടെ ചെറിയ പാട്ടൊക്കെ വെച്ച് ഇരുന്നാൽ പോരെ, അത് മതി. എൻ്റെ ബർത്ത്ഡേ ഫുള്ള് കളർഫുൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞതാണ് അപ്പോഴേ വല്ലവരുടെ റിസോർട്ടിൽ വെച്ച് നടത്താന്ന്. ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പറട്ടക്കളവൻ ഇയാൾക്ക് ചാവാൻ കണ്ടു. കനേഡിയൻ സെറ്റായിടോണ്ട് വണ്ടി എറിഞ്ഞ് പൊട്ടിക്കോടാ കുന്നളിഞ്ഞ. നോ വയലൻസ് പ്ലീസ്. Anyway, the show must go on. ബാക്കിയെല്ലാം സെറ്റല്ലേ? സാർ, സത്യത്തിൽ ഞാൻ അത് പറയാനാണ് സാർ. താൻ കൂടുതലൊന്നും പറയണ്ട. എൻ്റെയാ, തൻ്റെ അല്ല ബർത്ത്ഡേ, മനസ്സിലായല്ലോ. ഇനി കോൺട്രാക്ട് എത്തിച്ചതിന് തന്നെ ഞാൻ കനേഡിയൻ കോടതി കയറ്റും. പാസ്പോർട്ടുണ്ടോ? അയ്യോ സാർ, വേണ്ട സാർ, വേണ്ട സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ, വേണ്ട സാർ, ഒന്ന് പറയും സാർ. എടാ, എന്താണ് വെച്ചാലൊന്ന് ചെയ്ത് കൊടുക്കടോ. ഇത്രയും ദൂരെ നിന്ന് ഇതിനു വേണ്ടി മാത്രമല്ലേ വന്നത്. സെറ്റാക്ക് സെറ്റാക്ക്. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഒരു പീസ് എടുത്തോടെ, ഒറ്റ പീസ്. ബ്ലഡി ഇന്ത്യൻ ബഗാസ്. താങ്ക് യു സാർ. I should have celebrated my birthday in Canada along with my patients and nurses. സുഖേട്ടൻ്റെ ഒരു വിളിയാണ് കണ്ണാന്ന്. അത് കേട്ടത് ഞാൻ തുടങ്ങിയില്ലേ, കണ്ണും ചിമ്പിട്ടുള്ള അടിയായിരുന്നു. തീ പാറിനടി. എവിടെയാണ് സംഭവം? തിരുവനന്തപുരം കരിമടം കോളനി. എന്താ ചെയ്യാൻ പറ്റുക, നമ്മുടെ നാടാണ്. നീയും അടിച്ചു മാറ്റിയോ? എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞില്ലേ. ഇരുട്ടോ ചോദിച്ചു, 500. ഒന്നും കാണാൻ പറ്റില്ല. കൊറോണത്തിന്റെ തല പോയോ, ഉസിര് പോയോ, കൈ പോയോ, കാല് തന്നിടത്ത് ഞാൻ പറഞ്ഞല്ലേ ഡ്യൂട്ടി സമയത്ത് അടിക്കാൻ പാടുള്ളൂ. അത് പിന്നെ സാറ് ഫ്രണ്ട്സൊക്കെ നിർബന്ധിക്കുമ്പോ. ഫ്രണ്ട്സാ? തന്നോട് ചെന്ന് ആ കാനഡക്കാരൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ചെല്ലിയാനും സമ്മതിക്കില്ല. തിരിഞ്ഞാലും കള്ളുകൂടിയാണല്ലോ. अरे सर कितने टाइम वेट कर रहे हैं इधर? तुम्हारा 2500. ബാക്കി കൽ സുബ. कल सुबह नहीं होगा? കൽ സുബ എന്ന് പറഞ്ഞാൽ കൽ സുബ. क्या है सर? ആൾറെഡി 2 വീടും കൂടി നീ എങ്ങനെയാ മാനേജ് ചെയ്യണേ? നിന്നെ സമ്മതിക്കും കേട്ടോ. ചേട്ടാ, വയറ്റുപഴപ്പല്ലേ. മാക്സിമം നിന്റെ അമ്മയുടെ പേരാ? വണ്ടി ഇറങ്ങിക്കട. ശരിയല്ലോ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? നേരത്തെ പറഞ്ഞിരുന്നേ ആ മേരിയും സൂസിനെ കൊണ്ടുവരായിരുന്നു. അല്ല ചായ, നമ്മുടെ മോളിയമ്മ ചെന്നായി പാടൂലേ? ഓ, അവളെ ഒന്ന് വായടപ്പിച്ച് മൂലം കരുത്തിയതേ ഉള്ളൂ. ഇനി അവള് വാതുറന്ന് കഴിഞ്ഞാൽ മോനിച്ചെന്നെ കണ്ടോളൂ. അവനാണെങ്കിൽ എന്തോ ഭ്രാന്തി പിടിച്ചു. സാറേ പ്രശ്നം? പിന്നെ ഈ നേരെ എത്ര ആയില്ലേ, ആരെങ്കിലും ഒപ്പീസ് വലിയ ഒന്നായിരുന്നു. എന്തോ ഒരു മാർഗം ഒപ്പിക്കാം. ഞാൻ
അങ്കിളിനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് നിന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടുകൊണ്ടിരുന്ന ഇതേ സ്കൂട്ടറിലല്ലേ? ആ, പുള്ളിക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ് സ്കൂട്ടറാ. അവിടെ നിന്നൊക്കെ തന്നെ എനിക്ക് വണ്ടിപ്രാന്തം കിട്ടിയ. എന്നെ അന്ന് ട്യൂഷൻ കഴിഞ്ഞ് കടമക്കുടിക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അതൊക്കെ എങ്ങനെ മറക്കാനാ? അന്ന് എനിക്കല്ല തല്ലും കിട്ടി. ഒരു തെണ്ടി നാട്ടുകാരൻ നമ്മളെ കണ്ടൊരു അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു. പിന്നെ നിന്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. എന്താ പറയാഞ്ഞേ? അത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അല്ലേലും പറയണ്ടെന്ന് നീ പറയാറില്ലല്ലോ. പിന്നെ സമയം കിട്ടിയില്ലല്ലോ പറയാൻ. 15 വർഷമോ? 15 വർഷമോ? എന്നാ പിന്നെ ഇപ്പൊ പറ. എന്തു പറയാൻ? പറയേണ്ടത്. അതെ, കടമക്കുടിയുടെ അടുത്ത സ്കൂട്ടർ റണ്ണിങ് കണ്ടീഷനും പറയാ. മോനിച്ച ചാച്ചനെ കാണണ്ടേടാ. ചാച്ചനെ കാണാം. ഒന്ന് പതുക്കെ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ എടപ്പള്ളി ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നു. നല്ല വെള്ള ചുരിദാരക്കിട്ട്. അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനില്ലേ, ആ താടിയൊക്കെയുള്ള ആള് ബൈക്കും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് ലിഫ്റ്റ് ഒക്കെ അടിച്ചിങ്ങ് പോന്നു. നീ ചാടി കയറി. പിന്നെ അല്ലാണ്ട് ഫ്രീ ലിഫ്റ്റ് അല്ലേ? അതിനിപ്പോ എന്താ അവള് ലിഫ്റ്റ് എടുത്തേനെ? അതിനിപ്പോ എന്താ? എന്നിട്ട് എന്താണ് സമ്പത്തുണ്ട്. പിന്നെ രണ്ടും കൂടി എന്തൊരു അട്ടിയായിരുന്നാ. ഉറപ്പല്ലേ?
ഈ റോട്ടിൽ കിടന്നിട്ട്. ഞാനൊക്കെ ഇരിക്കണം വിവരം അറിഞ്ഞവൻ. ആ പിന്നെ ഞാൻ ആ ചേട്ടൻ ഇപ്പോഴാ കാണുന്നത്. കലക്കി. വൈനാണ് റമ്മ. നോക്കട്ടെ. ഡേ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 24. 24 കഴിഞ്ഞ ആ ആണോ? ആ എന്നാ കയറ്റിക്കോ. എണീറ്റ് പോയ പടിയായിക്ക്. ശരി എന്നാ ഗുഡ് നൈറ്റ്. വിട്ടോ പോകോ. രണ്ട് സ്ക്രാമ്പിൾ എഗ്സ് റെഡി. കഴിച്ചോക്ക്. മറന്നൊഴിച്ചടാ. അമ്മാരോടാ അവന്മാരാ കാനഡയും മറന്നും കൂടി പൊരിഞ്ഞടിയായിരിക്കും. മരിച്ചു കിട്ടി തകർക്കായിരിക്കും മരണ വീട്ടില്. അവിടെ സീനാക്കണമെന്ന് നോക്കടാ. ഒരു പെക്കടിച്ചിട്ട് പോയിക്കോട്ടെ. ഒന്ന് നോക്കിട്ടടിച്ചോ. പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നൊരു ദിനവും വന്നെത്തി. കൂട്ടമായി മധുരം നുകരാൻ ഉണ്ണിയും വന്നെത്തി. കൂട്ടുകാരുടെ നൃത്ത ചുവടുകൾ എന്നെ കടന്നെത്തി. മാറി മറിഞ്ഞൊരു കുപ്പി ഗ്ലാസുകൾ നിരയെത്തി. നൃത്ത ചുവടുകൾ ഈണം കൂട്ടി പാട്ടുകൾ വന്നെത്തി. ലഹരിക്കുള്ളൊരു സമയവുമായി പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നൊരു ദിനവും വന്നെത്തി. എന്നെ പണിയെ കൊച്ചപ്പത്. നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ചെറുക്കന്മാർ രണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. കൊച്ചാപ്പത് പോയിക്കേ. എനിക്ക് അവന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചാപ്പ നല്ല ഫിറ്റാ. നീ എന്നാ വർത്താനം ഇപ്പൊ? അവരെന്റെ അപ്പന്റെ മരിച്ചടക്കുന്നവരാ. ഈ വീട്ടിലെ മെയിൻ ആള് നീയല്ലേ? അപ്പൊ നീ ഒന്നും സംസാരിക്കുന്നതല്ലേ എന്റെ മര്യാദ. വാ നീ വന്നേ. കൊച്ചാപ്പന അറിയാവുന്നതല്ല. അവനത് മനസ്സിൽ വെച്ച് പണ്ടെന്തോ ഒരു കശമിച്ചുണ്ടായതാ. നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിന്റെ അപ്പം വീണപ്പോ ഓടി വന്ന ആരാ? ആ ചെറുക്കനും ആ ഡോക്ടർ പയ്യനും ആണോ? അയൽവക്കാർ സ്നേഹിക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിന്റെ പെങ്ങള് ഭർത്താവ് ഇല്ലാണ്ട് ഇത്രയും കാലം ഇവിടെ ഇരുന്നിട്ടും ആ കൊച്ചുകളെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അപ്പൻ ചത്തടക്കുമ്പോ പടക്കം പൊട്ടിച്ചമാരെ വീട്ടിൽ കയറ്റി സൽക്കരിക്കുന്ന സിമ്പിൾ കാര്യം. പോകുന്നുണ്ടോ? ഓനെ മര്യാദ പഠിപ്പിക്കാൻ വന്നത്. നീ എത്ര മരണം കണ്ടിട്ടുണ്ട്? എത്ര പേരെ നീ ഒരുക്കി വിട്ടിട്ടുണ്ട്? ഞാനും ആ ഉമ്മറത്ത് കിടക്കുന്ന മിസ്റ്റർ ഇട്ടി അവനായും കൂടിയിട്ട് ഞങ്ങളുടെ അപ്പനെ തോളെ ചുവന്ന് മല കയറി കുഴി വെട്ടി മൂടിയിട്ട് 1.5 കുപ്പി വാറ്റാനടിച്ച് പാട്ട് പാടിക്കൊണ്ടാ പോകുന്നത്. എന്റെ അച്ഛൻ എങ്ങനെ പറഞ്ഞുകൊണ്ടോന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ട്. എന്റെ അച്ഛൻ എനിക്കറിയാവുന്ന പോലെ വേറൊരുത്തരറിയാനും മേല. നിന്റെ ചാച്ചൻ എത്ര നെന്മാറ് മണിക്കഴിച്ച് കൊണ്ടുപോയിട്ടെന്നറിയാം. ഉനക്ക് ഇടിച്ചിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ കണ്ട മരിച്ച് യാത്ര പോകുമ്പോ ആകാശത്തിങ്ങനെ പൂക്കള പോലെ പൊട്ടില്ലടാ. അവിട്ട് കർത്താവും പ്രകൃതി പ്രവർത്തിക്കുന്ന അങ്ങനെ കണ്ട അതനുസരിച്ചല്ല നടക്കൂ. അറിയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ ഇഷ്ടംപോലെ എന്താന്ന് വെച്ച് വലിയ ആളായി പോയില്ലേ? ഡോക്കത്ത് വെച്ചെടുത്തോണ്ട് കാനഡയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം മാത്രം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി സെറ്റിൽ ആവാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എടാ എടാ ജോയിമോനെ, നിങ്ങളിങ്ങനെ കഥയും പറഞ്ഞിരിക്കല്ലേ? വാ നമുക്ക് പോട്ടെ. നിങ്ങൾ എല്ലാവരും അവിടെ കാത്തിരിക്കാം. വാ വാ എനിക്ക് ജോയിമോനെ കുറുമ്പളിക്കാതെ വാ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നാളെ രാവിലെ മരിപ്പൻ ഇവരുടെ കൂടെ കുമ്മളിക്ക് അങ്ങ് പോവാ. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നു. നീ എന്തൊക്കെയാ പറയണത്? നീ വിളിച്ചിട്ട് വന്ന ഫ്രണ്ട്സ് കളിക്കണ്ട. വാ ഫൈസലെ കൈ വിടും.
ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ ഫുള്ള് ഡാർക്കാണ്. ദിസ് ഈസ് ദ ഹാപ്പനിങ് പ്ലേസ് റൈറ്റ് നൗ. സീ ലുക്ക് അറ്റ് ഹിം. അവിടെ സജി നിനക്ക് നല്ല തലക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. വാ, എന്റെ തലക്ക് നല്ലതാണ്. നമ്മുടെ ചാച്ചി ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാണോടാ നിന്റെ തലക്കറി? അല്ല, അങ്ങനെ വെച്ചല്ല. നിനക്ക് ഒരു ആരോഗ്യം വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഇത് വേവിച്ചായൻ. ഇരിക്കു വേവിച്ചായ. കണ്ടടാ, റെസ്പെക്ട് കണ്ടടാ. കാണും, നിനക്കൊന്നും ഇല്ലാത്തത് തന്നെയാണ്. വേവിച്ചായൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. കുമളിയിലെ വലിയ കർഷകനാണ്. കയ്യിൽ ഇരട്ടക്കുഴലാണ്. ഇരട്ടക്കുഴൽ വെട്ടി വെച്ച് കളയുന്നില്ല. കണ്ട ജോളിച്ചായ. ജോളിച്ചായനോട് ഇരുന്ന് ചിരിക്കുന്നുണ്ടോ? ജോളിച്ചായ പഴയ കഥകളൊക്കെ പറഞ്ഞു. പിന്നെതാ ഇത് ഇവിടെ ഇരുന്ന് വീണ്ടും നോക്കണ്ട. കുമളിയിലെ പഴയ കൾട്ടാണ്. കൾട്ടേഷ് പ്രസാദ്. വീണ്ടും റെസ്പെക്ട് കണ്ടടാ. വീണ്ടും റെസ്പെക്ട് കണ്ട. നീ പോയി വെള്ളം എടുത്തിട്ട് വാ. പോയി ഫൈസലെ പോയി വെള്ളം എടുത്തിട്ട് വാ. ഞാനെങ്ങനെ ഇവിടുന്ന് വെള്ളം? നമ്മുടെ സ്വന്തം വീടാണെന്ന് വിചാരിച്ചാൽ മതി. ചെല്ലു. ജോയ്മൻ, നീ എന്തെങ്ങനെ? ജോയ്മനെ വേവിച്ചായ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ വാർഡ് മെമ്പറിന്റെ മൂത്ത മോളാണെന്നല്ലേ പറഞ്ഞു. എന്താ അവളുടെ പേര്? മോളെ റോയ് വിളിച്ചായിരുന്നു. അവന് അടുത്ത ആഴ്ച ലീവ് കിട്ടത്തുള്ളൂ. ചേച്ചി അകത്ത് വരാവോ? കുറച്ച് വെള്ളം വേണമായിരുന്നു. നമ്മുടെ നന്ദാമർമ്മയില്ലേ? ചേച്ചി ഇയാൾ വല്ല കഴിച്ചായിരുന്നോ? മുഖത്തല്ല ക്ഷീണമുണ്ടല്ലോ. ഒരു വക കഴിക്കുന്നില്ല ഡോക്ടറെ. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? അനിമിക്കാണല്ലോ. മുഖത്തല്ല വളർച്ചയുണ്ട്. എന്തെങ്കിലും കഴിക്കാനുണ്ടാവും? കഞ്ഞിയുണ്ട്. എന്നാ കുറച്ച് കഞ്ഞി കൊടുക്കും. BP ഭയങ്കര ലോ ആട്ടോ. ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്നൊക്കെ അറിയാം. പക്ഷെ മാക്സിമം സ്ട്രെസ് എടുക്കാതിരിക്കുന്നത് നല്ലത്. അടിച്ചാൽ ശരിയാവും. അല്ല, കുടിച്ചാൽ ശരിയാവും. കുടിക്കും മോളെ. കുടിക്കേ. ഡേറ്റ് എപ്പോഴാന്ന് പറഞ്ഞ? അടുത്ത ആഴ്ച. കരയില്ല മോളെ. ഹേയ്, റിലാക്സ് റിലാക്സ്. ഇങ്ങനെ കരയല്ലേ ചേച്ചി? ഒന്ന് പറ. ഇങ്ങനെ കരയില്ലേ ഈ സമയത്ത്? കരയില്ലേ പ്ലീസ്. പറയുന്നേക്ക് കരയില്ലേ? അല്ല, BP കുറച്ച് ലോ ആണ്. അപ്പം ഉപ്പിട്ട് കഞ്ഞി കുടിച്ചാൽ ശരിയാവും. നമ്മുടെ ചാച്ചനെ നോക്കിയ ഡോക്ടറാ ഫൈസൽ. എനിക്കറിയാം. ഞാൻ മോനിച്ച ചാച്ചൻ. അറിയാം. ഒന്ന് കൊടുത്തേക്കണേ. കഞ്ഞി ഒന്ന് കഴിപ്പിച്ചേക്കണേ. ഓക്കെ. എടിയാ, ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ കഞ്ഞി എടുത്ത് കുടിക്ക. മോളെ, ആ കഞ്ഞി എടുത്ത് കുടിക്ക. ഞാനല്ലേ പറഞ്ഞ എല്ലാം പണ്ടേ തീർന്നു. പിന്നെ എന്നാത്തിനെ പെട്ടെന്ന് ഇങ്ങനെ? കുടിക്ക. കുടിച്ചോ. കുടിച്ചോ. ഉറപ്പായിട്ടും. മരിച്ചാൽ ആരാന്നാ പറഞ്ഞേ? അമ്മയുടെ മോൻ. സൂപ്പർ. നിങ്ങൾ എന്താണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്?
ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ ആരോടും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ വന്നുകൊണ്ടാണോ? എങ്ങനെയാട്ടോ ഇങ്ങനെ ഇത്രയും നേരം ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ഞാൻ നേരെ തിരിച്ചാട്ടോ. എനിക്ക് ആരോടും മിണ്ടാതിരിക്കാനൊന്നും പറ്റത്തില്ല. മിണ്ടി കൊന്നുകളയും. ഒരുമാതിരി ആർത്തിയ. അതുകൊണ്ടായിരിക്കും ആ മഞ്ഞുമല ചെന്ന് പെട്ടത്. അവിടെ ആരോടും മിണ്ടാന്. പിന്നെ എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് ആരും എന്നോടൊന്നും സംസാരിക്കാനും നിൽക്കാറില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മലകളുടെ ഒരു ജോഗ്രഫി തന്നെ ഒറ്റപ്പെടലിന് ബെസ്റ്റാ അല്ലേ? ചേട്ടനും മലയെന്നല്ലേ? ചേട്ടൻ അറിയായിരിക്കുമല്ലോ അല്ലേ? പിന്നെ ചേട്ടയ്യ പടക്കം പൊട്ടിച്ചെന്നോട് ക്ഷമിക്കണം. ഞാൻ അന്നേരം ഞാൻ എൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ. പക്ഷെ അന്നേരം നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. പിന്നെ ഈടെയായിട്ട് ഞാൻ അങ്ങനെയാ. ആരോടും സംസാരിക്കുകയും കാണുകയും ചെയ്യാത്തതുകൊണ്ട് ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നില്ല അറിഞ്ഞൂടാ. മറ്റേ ഡിപ്രഷനുള്ള മരുന്നൊക്കെ എടുക്കുന്നുണ്ട്. ചേട്ടായി പിന്നെ നാട്ടിൽ തന്നെ ഈ ആൾക്കാരുടെയും ബഹളത്തിൻ്റെ ഇടയിലായതുകൊണ്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന്. ഈ ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ. പക്ഷെ എന്നാലും ഞാൻ വിടൂല കേട്ടോ. നമ്മൾ ഓടിച്ചിട്ട് പിടിക്കണം. പണിയെടുക്കണം ബ്രോ. പണി ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ? ആവശ്യം ഞാൻ തന്നെ ഈ ബർത്ത്ഡേക്ക് എത്ര പേരെ വിളിച്ചതാ? എന്നിട്ട് ആകപ്പാടെ വന്ന 5 പേരാ. ആരും വിളിക്കാതെ ആൾക്കാർ വരുന്ന ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതിതാ, മരണം. ഇനി അതാണോ ഒരു സൊല്യൂഷൻ? കൊച്ചനെ, നീ എന്നൊക്കെ പറയുന്നത് നല്ല ലൂസോട് പിടിച്ചേ. മരണോ? ഹാപ്പി ബർത്ത്ഡേ. എടാ, എന്നാ നിന്റെ പേര്? ജോയ് മോൻ. ഞാൻ മോനിച്ചൻ. ചാച്ചന കുമണി. ചേട്ടൻ ഇവിടെ ഫേമസ്. എല്ലാവർക്കും 100 നാവാ ചേട്ടനെ പറ്റി. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണാവോ? ഒന്ന് അടങ്ങ്, വരട്ടെ. എന്നാലും ഇട്ടിച്ചൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ കൊച്ചുഞ്ഞെ. പിറ്റിച്ചന്റെ വിൽപത്രം നീ ഒന്ന് വായിച്ചോ. മൂന്നിച്ചമ്പ്ര പുറത്തുണ്ടോ? ഇതാരേലും ഒന്ന് വായിക്കുന്നേ. അങ്ങോട്ട് കൊടുക്കും.